വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കോഴിക്കോട് UDF ഉറപ്പ് പറയുന്നത് ഒന്ന് കോഴിക്കോട് സൗത്താണ്. കോഴിക്കോട് സൗത്തിൽ അഹമ്മദ് ദേവർകോവിലിനെ പരാജയപ്പെടുത്തി ഫൈസൽ ബാബു വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊടുവള്ളിയാണ്. കൊടുവള്ളിയിൽ കഴിഞ്ഞ തവണ MK മുനീർ ജയിച്ചതാണ്. അവിടെ PK ഫിറോസാണ് മത്സരിക്കുന്നത്. സലീം മടവൂറാണ് എതിരാളിയായി വരുന്നത്. PK ഫിറോസ് വിജയിക്കുമെന്ന് കാണുന്നു. കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ K ദാസനെ പരാജയപ്പെടുത്തി വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. 4 തിരുവമ്പാടിയാണ്. അവിടെ ലിൻഡോ ജോസഫിനെ പരാജയപ്പെടുത്തി CK കാസിം IUML ലീഗിന്റെ CK കാസിം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് കുറ്റ്യാടിയാണ്. കുറ്റ്യാടിയിൽ KP കുഞ്ഞഹമ്മദ് കുട്ടിയെ പരാജയപ്പെടുത്തി പാറക്കൽ അബ്ദുള്ള വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് നാദാപുരമാണ്. നാദാപുരത്ത് P വസന്തത്തെ പരാജയപ്പെടുത്തി KM അഭിജിത്ത് KSUവിൻ്റെ പ്രസിഡന്റായിരുന്ന KM അഭിജിത്ത് അവിടെ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വടകരയിൽ KK രമ അത് നിലനിർത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് കുന്നമംഗലമാണ്. കുന്നമംഗലത്ത് PT റഹീമിനെ പരാജയപ്പെടുത്തി MA റസാഖ് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് സാധ്യതയിലാണ് ഏറ്റവും പ്രധാനം കാണേണ്ടത്. അത് പേരാമ്പ്രയാണ് സാധ്യത കാണുന്നത്. TP രാമകൃഷ്ണനും ഫാത്തിമ തെഹ്ലിയെ മത്സരിക്കുന്ന പേരാമ്പ്ര. സ്വാഭാവികമായും പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിൽ കേരളത്തിലാകമാനം ചർച്ചയായ ഒരു മണ്ഡലം കൂടിയാണ്. പലതരത്തിലുള്ള വിവാദങ്ങൾ വന്ന മണ്ഡലമാണ്. TP രാമകൃഷ്ണനെ പോലെ ഇടതുമുന്നണിയുടെ വലിയ പ്രതിച്ഛായുള്ള നേതാവ്, ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണവുമില്ലാത്തൊരു നേതാവ്. പക്ഷേ ഫാത്തിമ തെഹ്ലിയ വന്നതോടുകൂടി അവിടെ ഇടതുമുന്നണിക്കെതിരെ ചില ആരോപണങ്ങൾ വരികയും മതപരമായ പ്രചരണങ്ങൾ വന്നു എന്ന തരത്തിലേക്കുള്ള ചില ആരോപണങ്ങൾ വരുന്നു. ഫാത്തിമ തെഹ്ലിയ വലിയ മാധ്യമ ശ്രദ്ധ നേടുന്നു. ഇതൊക്കെ കൊണ്ട് ഫാത്തിമ തെഹ്ലിയയ്ക്ക് TP രാമകൃഷ്ണനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ, അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഏറ്റവും തലമുതിർന്ന നേതാവിനെ പരാജയപ്പെടുത്താൻ എത്രത്തോളം സാധ്യതയുണ്ട്? കിരൺ, ഈ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു ഫാത്തിമ തെഹ്ലിയുടേത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കുറ്റിച്ചിറ എന്ന ലീഗ് കോട്ടയിൽ നിന്നും മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കോഴിക്കോട് നഗരസഭാംഗമായി മാറിയ ആളാണ് ഫാത്തിമ തെഹ്ലി. അതുകൊണ്ട് തന്നെ ഫാത്തിമ തെഹ്ലി അടക്കമുള്ള ആളുകൾക്ക് ഇത്തവണ സീറ്റ് ലഭിക്കുമെന്നടക്കമുള്ള വലിയ ചർച്ചകൾ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് മുമ്പ് ഉയരുകയും ചെയ്തു. ഒരുപക്ഷെ സീറ്റുകൾ ലഭിച്ചാൽ കുന്നമംഗലം പോലെ അല്ലെങ്കിൽ കോഴിക്കോട് സൗത്ത് പോലെ വലിയ ഉറച്ച കോട്ടകളായ ഇടങ്ങളിലാവും അവർ മത്സരിക്കുക എന്ന തരത്തിലൊക്കെയുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പേരാമ്പ്ര എന്ന സ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായാണ് അവരെ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് നിശ്ചയിച്ചത്. നേരത്തെ TT ഇസ്മായിൽ എന്ന ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അദ്ദേഹം അവിടെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാക്കുകയും അദ്ദേഹം പ്രാഥമിക തലത്തിലുള്ള നടപടിക്രമങ്ങൾ പോലും കൈക്കൊള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഫാത്തിമ തെഹ്ലിയുടെ സ്ഥാനാർത്ഥിയോടുകൂടി സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരിടമായി പേരാമ്പ്ര മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു ആവേശം വോട്ടർമാർക്കിടയിൽ സൃഷ്ടിക്കാൻ ഫാത്തിമ തെഹ്ലിക്ക് കഴിഞ്ഞു. TP രാമകൃഷ്ണൻ ആണെങ്കിൽ തന്നെ അദ്ദേഹം പല തവണ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് അവിടെ താഴെത്തട്ട് മുതൽ ഏറ്റവും മുകൾ തട്ട് വരെയുള്ള ആളുകളെയും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും അടിസ്ഥാന ജനവിഭാഗത്തെയും ഒക്കെ കൃത്യമായി അറിയാവുന്ന ആൾ കൂടിയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ഈ കൗബിലെ കുട്ടി പോലുള്ള ചില പരാമർശങ്ങൾ അവിടെ വലിയ ചർച്ചയായി മാറി. അതായത് ഫാത്തിമ തെഹ്ലിയ തങ്ങളുടെ കുട്ടിയെന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗങ്ങൾ തിങ്ങി പാർക്കുന്ന ഇടങ്ങളിൽ വോട്ട് തേടുന്നു എന്ന ആരോപണമാണ് ഒരു മൈക്ക് അനൗൺസ്മെൻറ്റിലൂടെ LDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനെതിരെ അപ്പോൾ തന്നെ ശക്തമായി ഫാത്തിമ തെഹ്ലിയും UDF ക്യാമ്പിന് രംഗത്തെത്തുകയും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കുന്നു എന്ന ഒരു വിമർശനമായി എത്തുകയും അത് UDF നേതാക്കൾ മണ്ഡലത്തിലും ജില്ലയിലും സംസ്ഥാന തലത്തിലുമൊക്കെ ഏറ്റെടുക്കുകയും പ്രചാരണത്തിൻ്റെ ഒരു ശ്രദ്ധ പൂർണ്ണമായും പേരാമ്പ്രയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ശ്രദ്ധിക്കുക, കൊടുവള്ളി പോലെ ഒരുപാട് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന PK ഫിറോസിനെ പോലെ യൂത്ത് ലീഗിൻ്റെ ഒരു പ്രമുഖനായ സ്ഥാനാർത്ഥി മത്സരിക്കുന്നെങ്കിൽ പോലും അവിടെ ഒന്നും ഒക്കെ ഒരു സൈലന്റ് ക്യാമ്പയിൻ എന്ന രീതിയിലേക്ക് പോയപ്പോൾ പേരാമ്പ്രയിലാണ് പിന്നീട് ആവേശവും കൂടി വേഗത്തിൽ പോകേണ്ടതുണ്ട്. നമുക്ക് ഇനി കോഴിക്കോട് നോർത്ത്, അതും സാധ്യത കാണുന്ന കടുത്ത മത്സരം കാണുന്നതെന്ന് UDF വിലയിരുത്തുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. കോഴിക്കോട് നോർത്തിൻ്റെ ഒരു ചിത്രം ഇതാണ്. 2011 LDF പ്രദീപ് കുമാർ 57,123 വോട്ടിൽ 8,998 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. PV ഗംഗ തന്നെ പരാജയപ്പെടുന്നു. 2016 64,192 വോട്ട് നേടുന്നു. 27,873 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് 2016 വിജയിക്കുന്നത്. അത് വലിയ ഭൂരിപക്ഷമാണെന്ന് ആലോചിക്കണം. 2021 തോട്ടത്തിൽ രവീന്ദ്രൻ വരുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ 2 ടേമിൻ്റെ മാനദണ്ഡം വന്നപ്പോഴാണ് പ്രദീപ് കുമാർ എന്ന എപ്പോൾ നിർത്തിയാലും വിജയിക്കുന്ന
ഒരു നേതാവിനെ മാറ്റി തോട്ടത്തിൽ രവീന്ദ്രനെ കൊണ്ടുവരുന്നു. തോട്ടത്തിൽ രവീന്ദ്രനും അവിടെ 12,920 കെ എം അഭിജിത്തിനെയാണ് പരാജയപ്പെടുത്തുന്നത്. യുവമുഖമായിരുന്ന കെ എം അഭിജിത്തിനെ പരാജയപ്പെടുത്തി 12,928 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നു. ഇത്തവണ എങ്ങനെയാണ് കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രനും അതോടൊപ്പം തന്നെ ജയന്തുമാണ് അവിടെ ദീർഘകാലമായി കോഴിക്കോട് കേന്ദ്രീകരിക്കുന്ന കോൺഗ്രസിൻ്റെ യുവനേതാവ് നിൽക്കുന്നു. തോട്ടത്തിൽ രവീന്ദ്രനെ പോലെ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് മറുഭാഗത്ത് നിൽക്കുന്നു. അവിടെ എങ്ങനെയാണ് ഈ സാധ്യതകൾ? കിരൺ, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് കോഴിക്കോട് നോർത്തിലാണ്. നേരത്തെ കോഴിക്കോട് എന്ന പേരിൽ നിന്ന മണ്ഡലം അവിടെ നിന്നും തുടർച്ചയായി എ പ്രദീപ് കുമാർ വിജയിക്കുന്നു. അതിനുശേഷമാണ് ദീർഘകാലം കോർപ്പറേഷൻ്റെ കൗൺസിലറും പിന്നീട് നഗരസഭ മേയറും ഒപ്പം ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമൊക്കെ ആയിരുന്ന തോട്ടത്തിൽ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നത്. പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം വന്നിരിക്കുന്നത് BJP വോട്ടുകളിലാണ്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ BJP വോട്ടുകളിൽ ഗണ്യമായ ഒരു പുരോഗതി അവിടെ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച MT രമേശ് 30,000-ന് അടുത്ത് വോട്ട് നേടിയ ആളാണ്. ഒപ്പം നവ്യ ഹരിദാസാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. ഈ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൻ്റെ കീഴിൽ പരിശോധിച്ചാൽ ഏതാണ്ട് 7 ഡിവിഷനുകളടക്കം ഇപ്പോൾ ജനപ്രതിനിധികളായിരിക്കുന്നത് BJP-യാണ്. അതുകൊണ്ട് BJP പിടിക്കുന്ന വോട്ടുകളാണ് ഇത്തവണ ഏറ്റവും നിർണായകമായി മാറുക എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുതന്നെയാണ് ഒരു പക്ഷേ തോട്ടത്തിൽ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയത്. അദ്ദേഹം എപ്പോഴും വിശ്വാസത്തെയും ദൈവങ്ങളെയും കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായി സംസാരിക്കുന്ന, താൻ ഇപ്പോഴും ഈ പൂജ നടത്തുന്ന ആളാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ്. എന്തായാലും അത്തരം വോട്ടുകൾ തന്നിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും, അല്ലെങ്കിൽ വോട്ടുകൾ ലഭിക്കും എന്ന പ്രതീക്ഷയാണ്. അങ്ങനെയാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് കൂടി വകയുണ്ട്. ബാലുശ്ശേരിയെ സംബന്ധിച്ച് സച്ചിൻ ദേവനെ പോലെ SFIയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരു യുവ നേതാവ് മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്ത മണ്ഡലം. ധർമ്മജൻ ബോൾഗാട്ടിയെ പോലെയുള്ളവരൊക്കെ എത്തിയിട്ട് പോലും അവിടെയൊക്കെ പരാജയപ്പെടുത്തി വിജയിക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലം ബാലുശ്ശേരി. ബാലുശ്ശേരിയിലെ ഇത്തവണത്തെ സച്ചിനെതിരെയുള്ള VT സൂരജിൻ്റെ മത്സരം, അതിൽ കോൺഗ്രസും കാണുന്നത് അവിടെ ഒരു സാധ്യത മാത്രമാണ്. പക്ഷേ LDF അത് ഉറച്ചു തന്നെ വിശ്വസിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും UDFൻ്റെ ഒരു സാധ്യത, ആ സാധ്യതയിൽ ബാലുശ്ശേരി പെടുമോ? കിരൺ, കഴിഞ്ഞ തവണ ഒരു സെലിബ്രിറ്റി മണ്ഡലം എന്ന രീതിയിലാണ് ധർമ്മജൻ്റെ വരവോടുകൂടി ബാലുശ്ശേരി ശ്രദ്ധേയമായത്. അതിനു മുമ്പ് പലവട്ടം CPM സ്ഥാനാർത്ഥി വിജയിച്ച ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ തൊട്ടടുത്ത് പേരാമ്പ്രയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ബാലുശ്ശേരിയിലൊക്കെ പ്രവർത്തന പരിചയമുള്ള VT സൂരജാണ് മത്സരരംഗത്തെത്തുന്നത്. അത് നമുക്കറിയാം, ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിലേറ്റവും ചാവേറുകളായി മുന്നോട്ട് നിൽക്കുന്നത് KSUവിൻ്റെ നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെയാണ്. അങ്ങനെ സമരമുഖങ്ങളിലേറെ സജീവമായി കോഴിക്കോട് പരിചിതമായ ഒരു മുഖമാണ് VT സൂരജ്. അദ്ദേഹം അങ്ങേയറ്റം ദാരിദ്ര്യം നിറഞ്ഞ ഒരു ചുറ്റുപാടുകളിൽ നിന്നും വളർന്നു വരുന്ന ഒരു നേതാവ് കൂടിയാണ്. ഒപ്പം കാര്യമായ ഒരു വികസന പരിപാടികൾ നടത്തിയില്ല, അല്ലെങ്കിൽ മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ സച്ചിൻ ദേവിനെതിരെ ആരോപണമായി UDF ഉന്നയിക്കുന്നത്. അതുകൊണ്ട് രണ്ട് യുവ മുഖങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ വിജയിച്ച് കയറാം എന്ന പ്രതീക്ഷയാണ് UDFിനുള്ളത്. പക്ഷേ ഒരു തരത്തിലും ഒരു തോൽവി ഒരു സാഹചര്യത്തിലും ഉണ്ടാവില്ല എന്ന് CPM കരുതുന്ന മണ്ഡലമാണ് സച്ചിൻ ദേവ്. ആര്യ രാജേന്ദ്രൻ മണ്ഡലത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നതുപോലും ചർച്ചയാക്കി മാറ്റിയ ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. എന്തായാലും UDFിന് പ്രതീക്ഷയുണ്ട്. പക്ഷേ CPM ഒരു കാരണവശാലും മണ്ഡലം കൈവിട്ടു പോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നവരിടമാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരി മണ്ഡലത്തിന് കീഴിലെ ചില പഞ്ചായത്തുകളൊക്കെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടത് CPMന് ഒരു തിരിച്ചടിയായിരുന്നു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊന്നും ഒരു ഘടകമായി മാറില്ല എന്നതിനുള്ള പ്രതീക്ഷയാണ് CPMനുള്ളത്. അനീഷ, നമുക്ക് ഈ LDFിൻ്റെ പ്രതീക്ഷ പരിശോധിക്കുന്നതിന് മുമ്പ് അവിടെ LDF ഉറപ്പായി ജയിക്കുമെന്ന് LDF കരുതുകയും ഒരു കാരണവശാലും ജയിക്കില്ല എന്ന്, അല്ലെങ്കിൽ വമ്പൻ അട്ടിമറി അല്ലാതെ ജയിക്കില്ല എന്ന് UDF കരുതുകയും ഒക്കെ ചെയ്യുന്ന മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലം. ബേപ്പൂർ എല്ലാ കാലത്തും LDFിൻ്റെ വലിയ കോട്ടയാണ്. എളമരം കരീമിനെ പോലെ ഒക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് മത്സരിച്ച് വിജയിച്ച ഒരു സ്ഥലം കൂടിയാണ് ബേപ്പൂർ. ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ചിത്രം ഇതാണ്. ബേപ്പൂരിൽ 5316 LDFിൻ്റെ ഭൂരിപക്ഷമെങ്കിൽ 2016 അത് 14,363. മുഹമ്മദ് റിയാസ് വരുമ്പോൾ വീണ്ടും ഭൂരിപക്ഷം ഉയരുകയാണ്. 28,747 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മുഹമ്മദ് റിയാസ് അവിടെ ജയിക്കുന്നത്. ഇവിടെ PV അൻവർ മരുമോനിസത്തിനെതിരെ മത്സരിക്കുമെന്നൊക്കെ പറയുകയും വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും വളരെ നേരത്തെ അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ എന്നെ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കൂ, ഞാൻ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്താമെന്നൊക്കെ. പക്ഷേ UDF ഇപ്പോൾ എവിടെയും PV അൻവറിൻ്റെ ഒരു വിജയം പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും കൗതുകമുള്ള ഒരു മത്സരം തന്നെയാണ്. LDF ഉറപ്പ് ഒന്നാമതായി തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഓരോട്ടെങ്കിലും കൂടുമെന്ന് പറഞ്ഞാൽ ഈ 28,000-ൽ കൂടുക എന്ന് പറഞ്ഞാൽ വമ്പൻ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്നു. ബേപ്പൂരിൻ്റെ ഒരു ചിത്രം ഒന്ന് ചുരുക്കി പറയാം.
തീർച്ചയായും വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് PV അൻവർ ബേപ്പൂരിലേക്ക് എത്തിയത്. പക്ഷേ മത്സരത്തിന് മുമ്പ് അദ്ദേഹം എത്തിയപ്പോഴുള്ള ആവേശം പിന്നീട് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് തീർത്ത് പറയേണ്ടി വരും. കാരണം കോലി ബി സഖ്യം വന്നിട്ട് പോലും ഇടത് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കഴിയാതിരുന്ന മണ്ണാണ്. അതുകൊണ്ട് ഇത്തവണയും അവിടെ യാതൊരു അനക്കവും സൃഷ്ടിക്കാൻ കഴിയില്ല. മനുമോനിസം, പിണറായിസം തുടങ്ങിയ പ്രചാരണ വിഷയങ്ങളാണ് അൻവർ പ്രചാരണ രംഗത്ത് പറഞ്ഞത്. പക്ഷേ ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല തെരഞ്ഞെടുപ്പ് രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വികസനമാണ്, രാഷ്ട്രീയമാണ് എന്നൊക്കെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കെടുപ്പുകൾ വരുമ്പോൾ കോൺഗ്രസിന് അതിനുശേഷം പ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലമാണ്. നേരത്തെ അൻവർ ഒരു അട്ടിമറി നടത്തുമെന്നൊക്കെ പറഞ്ഞവർ പോലും കണക്കിൽപ്പെടുത്താത്ത, അല്ലെങ്കിൽ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ 50% സാധ്യതകൾ പോലും പറയുമ്പോഴും ഒരു സാധ്യതകളും നേതാക്കളടക്കം പറയാത്ത ഒരു മണ്ഡലമാണ് ഇപ്പോൾ ബേപ്പൂർ. കിരൺ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.